ചേലക്കരയിൽ LDFന്റെ വോട്ട് കുറഞ്ഞതും വിഷയമാണ്, BJPക്ക് വോട്ട് കൂടിയതും വിഷയമാണ്. അത് പരിശോധിക്കുമെന്നാണ് കെ രാധാകൃഷ്ണൻ MP പറയുന്നത്. 2016 തെരഞ്ഞെടുപ്പ് മുതൽ ചേലക്കരയിൽ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയാണ്. ഇത് പാർട്ടി ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ജയപരാജയങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിശോധിക്കും. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നമ്മൾക്ക് എവിടെയെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓരോ ബൂത്ത് ബേസിലും നമ്മൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കും. BJPയുടെ വളർച്ച അല്ലെങ്കിൽ അവർക്ക് വോട്ട് ഷെയർ വർദ്ധിച്ചത് പ്രത്യേക സാഹചര്യത്തിലാണ്. ഓരോ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള വോട്ട് വർധനവും കുറയുകയും ചെയ്യും. പാർലമെൻറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ 28,000 ആയിരുന്നു, ഇപ്പോൾ 33,000 കൂടി. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് 23,000. അങ്ങനെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചേലക്കരയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. ചേലക്കരയിൽ UR പ്രദീപ് ആധികാരികമായ വിജയം നേടുന്നു, അട്ടിമറികളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ 2021 കെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷ കണക്ക് വെച്ചുകൊണ്ടുള്ള ഒരു പുനർവിചിന്തനത്തിലേക്ക് പോകുന്നുണ്ടോ? 2016 UR പ്രദീപ് മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും ചേലക്കര UDFിലേക്ക് പോകാതെ നിലനിർത്തി എന്നതിനപ്പുറം ആധികാരികമായ ഒരു വിജയം എന്ന് പൂർണ്ണമായും അവകാശപ്പെടാൻ ഇടതുമുന്നണിക്ക് കഴിയുന്നുണ്ടോ? BJPയുടെ വോട്ട് വർധനയെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് മുൻ MLAയും ആലത്തൂർ MPയുമായ കെ രാധാകൃഷ്ണൻ പാർട്ടിക്ക് നൽകുമ്പോൾ ഗുഡ് ഈവനിങ് സുജയ. അതായത് ചേലക്കരയിലെ റിസൾട്ട് വന്നതിന് പിന്നാലെ UDFും അതോടൊപ്പം തന്നെ LDFും കാര്യമായി തന്നെ ഈ കണക്കുകൾ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം അട്ടിമറി നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടത്ത് ഇത്രയും വലിയ തോൽവി എങ്ങനെ ഏറ്റുവാങ്ങി? പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളടക്കം കോൺഗ്രസിൽ നിന്നും ഇത്തരത്തിൽ വിമർശനം ഉയർത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസും UDFും പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേലക്കരയിൽ BJP വോട്ട് ഉയർത്തി എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് 10,000-ഓളം വോട്ടാണ് BJP ചേലക്കര മണ്ഡലത്തിൽ ഉയർത്തിയിരിക്കുന്നത്. സമീപത്തെ ലോക്സഭാ മണ്ഡലമായ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വലിയ വിജയം നേടി. അതിന് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിനുള്ളിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് BJP നിർത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അദ്ദേഹം കൂടുതൽ വോട്ട് ഉയർത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2011 മുതൽ തന്നെ BJP കൃത്യമായ വളർച്ചയുടെ സൂചനകൾ കാണിച്ചിരുന്നു. 2011 5% വോട്ട് മാത്രമാണ് ചേലക്കരയിൽ BJPക്ക് ഉണ്ടായിരുന്നത്. അത് 2016 എത്തുമ്പോൾ 15% ഉയരുന്നു. മാത്രമല്ല അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിലും കൃത്യമായി കണക്ക് വോട്ട് ഉയർത്താൻ BJPക്ക് കഴിയുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. തിരുവില്ലാല പഞ്ചായത്തിൽ ഇത്തവണ BJP 2ാം സ്ഥാനത്തെത്തി എന്നതും ശ്രദ്ധേയമാണ്. മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ BJP അവരുടെ വോട്ട് വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് UDFിന്റെ വോട്ട് ബാങ്കിലാണ് കാര്യമായ വിള്ളലുണ്ടാക്കിയത് എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. UDFിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് BJPയും അതോടൊപ്പം തന്നെ DMKയും ഇത്തരത്തിൽ വോട്ട് സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പക്ഷേ ഇതിനെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് LDFും കാണുന്നത്. പ്രത്യേകിച്ച് ഈ ചേലക്കരയിൽ BJP ഒരു ശക്തമായ സാന്നിധ്യമാകുന്നത് ഇടതുകോട്ടയായ ചേലക്കരയിലെ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നൊരാശങ്ക LDFിനുണ്ട്. ഈ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ CPM നേതൃത്വവും അതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണൻ MPയും ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും വലിയ ചർച്ചയിലേക്ക് മുന്നണികൾ കടന്നിട്ടുണ്ട്. ഇതിൽ UDF നമ്മൾ പ്രധാനമായും പറയേണ്ടത് രമ്യ ഹരിദാസുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം, അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ, വലിയ വിമർശനങ്ങൾ ഈ ആഭ്യന്തരമായി ഉയരുന്നുണ്ട്. ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നത് മാത്രം. നേരത്തെ തന്നെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളടക്കം രമ്യയെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ AICC സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഇത്തരത്തിൽ രമ്യയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്നുള്ളതാണ് വിമർശനം. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ BJPയുടെ വോട്ട് വീതം വർദ്ധിച്ചത് LDFും പരിശോധിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. സുജയ, സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ചർച്ചകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നടത്തുന്ന പ്രതികരണം എന്താണ് എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു അർജുൻ.